കർത്താവിൽ പ്രിയ ദൈവവിശ്വാസികളെ, ദൈവവചനത്തിൽ നിന്ന് ഒരു ഭാഗം നമുക്ക് ചിന്തിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 13-ാം വാക്യം. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകും. ഉപ്പിന് സ്വാദ് നഷ്ടപ്പെട്ടു പോയാൽ ഏതിനാൽ അതിന് ഉപ്പിനെ സമരുത്താം? പുറത്തു കളഞ്ഞിട്ട് മനുഷ്യർ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും അത് കൊള്ളുകയില്ല. പ്രിയമുള്ളവരെ, ലോകരക്ഷകനായിരിക്കുന്ന യേശു ക്രിസ്തു തന്റെ സുവിശേഷീകരണ സമയത്തും ക്രൂശീകരണ സമയത്തും ആ നാവിൽ നിന്ന് വന്ന തിരുവായ്മൊഴികളൊക്കെ ലോകത്തിന് ആശ്വാസം പകരുന്നതും മാനവ ജനതയ്ക്ക് രക്ഷ പകരുന്നതുമായ വചനങ്ങളാണ്. തന്റെ ജീവിതവും സന്ദേശവും നശിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊരു ജീവിതത്തിനും ആശ്വാസകരവും തിരിച്ച് ജീവിതത്തിലേക്ക് വരുവാനുമുള്ള ഒരു അഭയകേന്ദ്രവുമാണ്. വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ദൈവവചനങ്ങളും വാഗ്ദത്തങ്ങളും അത് ഏത് സമയത്തും മനുഷ്യനിൽ പ്രത്യേകിച്ച് ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ആ വചനങ്ങൾക്കും വാഗ്ദത്തങ്ങൾക്കും ഇന്നും ജീവനുണ്ട്. കാരണം അതിന്റെ ഉടയവനായിരിക്കുന്ന കാരണഭൂതനായിരിക്കുന്ന ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. ജീവനുള്ളവയ്ക്കല്ലേ പ്രവർത്തിക്കുവാൻ കഴിയും. അതുകൊണ്ടാണ് ക്രിസ്തു ഇന്നും ജീവിക്കുന്നത് കൊണ്ടാണ് ആ വചനങ്ങൾക്കും വാഗ്ദത്തങ്ങൾക്കും ഇന്നും ജീവനുണ്ട് എന്ന് ഞാൻ പറയുവാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വാക്കുകളും വചനങ്ങളും അത് പാലിക്കുന്ന മനുഷ്യരിൽ ഇന്ന് വലിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്നു. യേശു ക്രിസ്തു പറഞ്ഞ ഒരു പ്രസ്താവന ഞാനിവിടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 12-ാം വാക്യം. ഐ ആം ദി ലൈറ്റ് ഓഫ് ദി വേൾഡ്. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകും. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകുമെന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, എങ്ങനെയാണ് ക്രിസ്തു ലോകത്തിന്റെ അല്ലെങ്കിൽ ലോകർക്ക് വെളിച്ചമായി തീരുന്നത്? അന്ധകാരത്തിന്റെ അവസ്ഥയിലായിരിക്കുന്നവർക്ക് വെളിച്ചം പകരുന്നതാണ് ക്രിസ്തുവിന്റെ സന്ദേശവും ജീവിതവും. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും മറ്റു മലിനമാകുന്ന അവസ്ഥയിലും ആയ എത്രയോ വ്യക്തികളെ ക്രിസ്തുവിന്റെ സന്ദേശവും ജീവിത മുഖാന്തരം അവരെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ ക്രിസ്തുവിനെ അറിഞ്ഞതിലൂടെ അനേകർക്ക് രക്ഷയുടെ പാത സ്വീകരിച്ച് അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതായി അല്ലെങ്കിൽ തിരിച്ചു വന്നതായി അനേകരുടെ സാക്ഷ്യം നമ്മുടെ മുൻപിലുണ്ട്. ഇവിടെ എന്താ പറയുന്നത്? എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും. ശരിയല്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്രയോ വ്യക്തികളാണ് നമ്മുടെ മുമ്പിൽ സാക്ഷികളായി ഉള്ളത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോ ക്രിസ്തു ലോകത്തിന്റെ വെളിച്ചമാണ് എന്ന് പറഞ്ഞത് എത്ര യാഥാർത്ഥ്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. നാശത്തിന്റെ പാതയിലൂടെ സഞ്ചരിച്ചു പോകുന്നവർക്ക് അവരുടെ വഴിമധ്യത്തിൽ വെച്ച് ക്രിസ്തുവിനെ കണ്ടെത്തുവാനും അതിലൂടെ അത്ഭുതകരമാകുന്ന ജീവിത സാക്ഷ്യങ്ങളായി തീരുവാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ മുമ്പിൽ നാം കാണുന്ന കാര്യമാണ്, നാം കേൾക്കുന്ന കാര്യമാണ്. അപ്പോൾ ക്രിസ്തു പറഞ്ഞ ആ ഒരു പ്രസ്താവന, ആ ഒരു സന്ദേശം ശരിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ ഇടയായിത്തീരും. ക്രിസ്തു ലോകത്തിന്റെ വെളിച്ചമാണ്. ഹല്ലേലൂയ. ആ വെളിച്ചത്തിൽ അത് നടക്കുന്നവർ അല്ലെങ്കിൽ ആ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർക്ക്, ക്രിസ്തുവിന്റെ പാത സ്വീകരിക്കുന്നവർക്ക് അത് എന്നും വെളിച്ചത്തിന്റെ അനുഭവമാണ് ക്രിസ്തു പകർന്നു നൽകുന്നത് എന്ന് വ്യക്തമായി ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ് എന്ന് പറഞ്ഞ ഒരൊറ്റ ഗുരുവേ ഈ ലോകത്തിലുണ്ട്, ഒരൊറ്റ വ്യക്തി ഈ ലോകത്തിലുണ്ട്, ഒരൊറ്റ മഹാനെ ഈ ലോകത്തിലുണ്ട്. അത് യേശു ക്രിസ്തുവാണ്. മറ്റാരും അങ്ങനെ പറഞ്ഞായിട്ട് ഇന്നും നമുക്ക് കേൾക്കുവാൻ കഴിയുന്നില്ല. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. ഈ സന്ദേശങ്ങൾ, അത് മാത്രമല്ല, യേശു ക്രിസ്തു പറഞ്ഞാൽ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ ജീവന്റെ അപ്പമാകുന്നു തുടങ്ങിയ സന്ദേശങ്ങൾ മനുഷ്യനെ ചിന്തിപ്പിക്കുവാനും അവന്റെ ചിന്തകളെ മാറ്റിമറിക്കുവാനും അവനെ തിന്മയിൽ നിന്ന് നന്മയിലേക്ക് കൊണ്ടുവരുവാനും അന്ധകാരത്തിന്റെ ആഴങ്ങളിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവരുന്നതുമായ ശക്തമായ സന്ദേശങ്ങളാണ് ക്രിസ്തുവിന്റെ വചനങ്ങളെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ ഇടയായിത്തീരും. ഇതെല്ലാം ക്രിസ്തുവിന്റെ വ്യക്തിത്വങ്ങളെ സൂചിപ്പിക്കുന്നു.
എന്നാൽ ക്രിസ്തു നമ്മോട് പറഞ്ഞ ഒരു വചനമാണ് ഞാൻ ആദ്യം എടുത്തത്. മത്തായി സുവിശേഷം 5-ാം അധ്യായം 13-ാം വാക്യം. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പിന് സ്വാദ് നഷ്ടപ്പെട്ടു പോയാൽ, ഉപ്പിന് കാരമില്ലാതെ പോയാൽ പിന്നെ അതിനെങ്ങനെ സ്വാദ് വരുത്തുവാനിടയായിത്തീരും? ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഉപ്പിനെ കുറിച്ച് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഉപ്പ് മനുഷ്യ ജീവിതത്തിൽ ഒഴിച്ചു കൊണ്ടുവരാൻ കഴിയാത്തൊരു ഘടകമാണ് എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാനിടയായിത്തീരും. നാം അടുക്കളയിൽ ഉപയോഗിക്കുന്ന എല്ലാ ആഹാര സാധനങ്ങളിലും ഉപ്പ് അതിപ്രധാനമായ ഒരു വസ്തുതയാണ്. നമ്മുടെ മുൻപിൽ മനോഹരമാകുന്ന ഒരു ബിരിയാണി ഉണ്ടാക്കി വെച്ചിരിക്കുന്നു എന്ന് കരുതുക. അത് കാണുമ്പോൾ തന്നെ കഴിക്കണമെന്നൊരു മോഹം നമ്മളിൽ ഉണ്ടാകും. പക്ഷേ നമ്മളതെടുത്ത് കഴിക്കുവാൻ ആരംഭിക്കുമ്പോൾ അതിൽ ഉപ്പ് ചേർത്തിട്ടില്ലെങ്കിൽ നമ്മളത് മാറ്റിവെക്കും. എന്ത് പറയും? ഇത് കഴിക്കുവാൻ കൊള്ളുകയില്ല, ഇതിലുപ്പില്ല. അതെത്ര മനോഹരമായി ഉണ്ടാക്കിയാലും, എന്തെല്ലാം ചേരുവകൾ അതിനകത്ത് ചേർത്തിരുന്നാലും, ഉപ്പ് ചേർത്തിട്ടില്ലെങ്കിൽ അതിന് ടേസ്റ്റ് വരികയില്ല. അപ്പോൾ ഉപ്പ് രുചി വരുത്തുന്ന സംഗതിയാണ് എന്ന് മനസ്സിലാക്കേണ്ടത്. ഉപ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, വീണ്ടും ചിന്തിക്കുമ്പോൾ, ഉപ്പ് മുറിവുണക്കുന്ന ഒരു സവിശേഷത ഉപ്പിനുണ്ട്. നമുക്കറിയാം, പണ്ടൊക്കെ നമ്മുടെ കാലിൽ കല്ല് കൊള്ളുമ്പോൾ, കല്ല് കാച്ചുക എന്ന് പറയുന്നത് കൊള്ളുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വീട്ടിൽ വന്നതിന് ശേഷം ഉപ്പ് കഷണം എടുത്ത് അവിടെ വെച്ചതിന് ശേഷം അത് ചൂടാക്കുന്ന, വിളക്കിൽ നിന്നോ അല്ലെങ്കിൽ ചൂടാക്കുന്ന ഒരു പ്രവണത നമ്മൾ പണ്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ആശ്വാസം പകരുന്നതാണ്. അങ്ങനെയെങ്കിൽ ഉപ്പ് മുറിവിണക്കുന്നതാണ്, അതുപോലെ ശുദ്ധീകരിക്കുന്നതാണ്, അഴുക്കിനെ കളയുന്നതാണ്. നമുക്കറിയാം, നമ്മുടെ ഭവനത്തിൽ നമ്മുടെ അമ്മമാരും സഹോദരിമാരും ഒക്കെ മീൻ കഴുകുവാൻ കഴിയുന്ന സമയത്ത് ചട്ടിയിലിട്ടതിന് ശേഷം ഉപ്പ് ചേർക്കും. ഉപ്പ് ചേർത്ത് അതിനെ കഴുകി വൃത്തിയാക്കി, വെള്ളമൊഴിച്ച് അതിനെ കഴുകി വൃത്തിയാക്കി കഴിയുമ്പോൾ അത് വളരെ മനോഹരമായി നല്ല വെള്ള നിറത്തിലിരിക്കുന്ന, അഴുക്കെല്ലാം പോയി നല്ല വെള്ള നിറത്തിലിരിക്കുന്നതായിട്ട് നമുക്ക് കണ്ടിട്ടുണ്ട് നമ്മൾ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഉപ്പ് അഴുക്കിനെ കളയുന്നതാണ്, ശുദ്ധീകരിച്ചെടുക്കുന്നത്. പണ്ട് കാലത്ത് ഉപ്പ് ചില വസ്തുക്കൾ ജീർണിച്ചു പോകാതിരിക്കാൻ ഉപ്പ് ഉപയോഗിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ ഇടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉപ്പിന്റെ ഇംഗ്ലീഷ് നാമം സാൾട്ട് എന്നാണ്. ലാറ്റിൻ ഭാഷയിലെ സാൽ എന്ന വാക്കിൽ നിന്നാണ് സാൾട്ട് എന്ന വാക്ക് ഉടലെടുത്തത്. ഹീബ്രു, റോമൻ, ബൈസാന്റിയൻ തുടങ്ങിയ ഭരണകാലത്ത് ശമ്പളമായി നൽകിയിരുന്നത് ഉപ്പ് കിഴികളാണ്. അതിൽ നിന്നാണ് സാലറി എന്ന വാക്കുണ്ടായതെന്നും പറയപ്പെടുന്നു. ഉപ്പൊരു വ്യാപാര വസ്തുവാണ്, അത് വിലയുള്ളതാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള വലിയ സവിശേഷത ഉപ്പിനുണ്ട്. ഹല്ലേലൂയ. ക്രിസ്തു എന്താ പറഞ്ഞത്? നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുക. പ്രിയമുള്ളവരെ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി ഒരു കാര്യം നമുക്ക് ചിന്തിക്കാം. ടേസ്റ്റ് പരത്താണല്ലോ ഉപ്പ്. അങ്ങനെയെങ്കിൽ ക്രിസ്തു നമ്മുടെ ഉപ്പായിരുന്നില്ല, ഉപ്പല്ലേ? 1.5 വർഷക്കാലം കർത്താവ് ചെയ്ത, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സുവിശേഷീകരണം, അത്ഭുത പ്രവൃത്തികൾ, അവൻ ലോകത്തിന് നൽകിയ മാതൃകയുള്ള ജീവിതം, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഇന്നും രുചി പരത്തുന്ന അനുഭവമല്ലേ? അപ്പൊ ക്രിസ്തു നമ്മളിൽ ഉപ്പായിരുന്നില്ലേ? ഇന്നും ക്രിസ്തു നമ്മളിൽ ടേസ്റ്റ് അല്ലേ? നമ്മൾ ടേസ്റ്റ് ആയിരിക്കുന്നുവെങ്കിൽ, ക്രിസ്തുവിനെ ആരാധിക്കുന്ന, ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ടേസ്റ്റ് ആയി തീരണമെങ്കിൽ തീർച്ചയായിട്ടും അവനിൽ ക്രിസ്തുവിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണം. ക്രിസ്തുവിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ നമ്മൾ ടേസ്റ്റാണ്. ഒരു പാട്ട് കേട്ടില്ലേ? നീ എന്റെ സർവ്വം, നീ എനിക്കുള്ളതാ, നീ എന്റെ സർവ്വവും, എല്ലാറ്റിലും നിൻ ജീവൻ എൻ പേർക്കായി തന്നതിനാൽ, നീ എന്റെ സർവ്വവും എല്ലാറ്റിലും. തേനിലും മധുരമാം, തേനിലും മധുരമാം യേശുക്രിസ്തു മാധുര്യവാൻ, രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശുക്രിസ്തു മാധുര്യവാൻ. ഹല്ലേലൂയ. നമ്മൾ ക്രിസ്തുവിനെ രുചിച്ചു നോക്കിയപ്പോൾ ക്രിസ്തു മാധുര്യവാനാണെന്ന് മനസ്സിലാക്കിയിരുന്നു. ആ മാധുര്യം നമ്മൾ ഇന്ന് നിലനിൽക്കുക. അങ്ങനെയെങ്കിൽ മറ്റുള്ളവർ നമ്മളെയും രുചിച്ചറിയട്ടെ, മറ്റുള്ളവർക്ക് നമ്മളും ഉപ്പായി മാറട്ടെ. രുചി പരത്തുന്ന അനുഭവം അവരുടെ ജീവിതത്തിൽ നമ്മളിലൂടെ ഉണ്ടാകട്ടെ. ഉപ്പ് മുറിവുണക്കുന്നെങ്കിൽ മറ്റുള്ളവരുടെ മുറിവുകളെ നമുക്ക് ഉണക്കാം.
നമ്മുടെ ഇടപെടലിലൂടെ, നമ്മുടെ പ്രവൃത്തിയിലൂടെ, നമ്മുടെ സംസാരത്തിലൂടെ, നമ്മുടെ ജീവിതത്തിന്റെ മാതൃകയിലൂടെ അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ നമുക്ക് കഴിയുന്നെങ്കിൽ നമ്മൾ ഉപ്പായി മാറുകയാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ക്രിസ്തുവിന്റെ സന്ദേശം നമുക്ക് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാം. മറ്റുള്ള ജീവിതത്തിൽ നമുക്ക് രുചി പകർന്ന അനുഭവം ഉണ്ടാവാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ ഉപ്പ് വിലപിടിപ്പുള്ളതാണെങ്കിൽ നമ്മൾ വിലയുള്ളവരാണ്. എങ്ങനെ? ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴാണ് നാം വിലപിടിപ്പുള്ളവരായി തീരുന്നത്, നാം ടേസ്റ്റായി മാറുന്നത്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, കാനാവിലെ കല്യാണത്തിന് ആരാലും അവഗണിക്കപ്പെട്ട് കിടന്ന 6 കൽപാത്രത്തെ കർത്താവ് കണ്ടെടുത്തു. അതിൽ കർത്താവിന്റെ സാന്നിധ്യം പകർന്നു. ആ പാത്രങ്ങൾ വിലയുള്ളതായി മാറി. അല്ലെങ്കിൽ അതിൽ വീഞ്ഞ് പകർന്നപ്പോൾ, അല്ലെങ്കിൽ വെള്ളം പകർന്നപ്പോൾ അത് വീഞ്ഞായി മാറിയപ്പോൾ അതിന്റെ വിലയ്ക്ക് മാറ്റം വന്നു, അതിന്റെ നിലയ്ക്ക് മാറ്റം വന്നു, അതിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വന്നു. അത് പിന്നെ പുറത്തല്ല, അത് പന്തലകത്തേക്ക് കൊണ്ടുപോകാൻ ഇടയായിത്തീർന്നു. ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മുടെ സ്ഥാനം പുറത്തല്ല, നമ്മുടെ സ്ഥാനം അകത്താണ്. നമ്മളെ ആരെങ്കിലും മാനിക്കുന്നുവെങ്കിൽ അതിന്റെ കാരണം ക്രിസ്തു നമ്മളുള്ളത് കൊണ്ടാണ്, നമ്മുടെ വിലയല്ല. ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ, ക്രിസ്തുവിന്റെ സാന്നിധ്യം നമ്മളിൽ ഉണ്ടെങ്കിൽ, ക്രിസ്തുവിന്റെ സാന്നിധ്യം നമുക്ക് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ കഴിയുന്നെങ്കിൽ, മറ്റുള്ളവർക്ക് രുചികരമായ അനുഭവങ്ങളിലേക്ക് നമുക്ക് മാറുവാൻ കഴിയുന്നെങ്കിൽ നമ്മളും വിലയുള്ളവരായി മാറും. പ്രിയമുള്ളവരെ, അതിനായി നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ രുചി പകർന്നെങ്കിൽ, ഇന്നും ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ രുചിയുള്ളതെങ്കിൽ നമുക്ക് മറ്റുള്ള ജീവിതത്തിലേക്ക് അത് പകർന്നു കൊടുക്കാം. അവരും നമ്മളാൽ രുചിക്കപ്പെടട്ടെ, നമുക്ക് അവർക്ക് രുചിയുള്ളതായി മാറാം. നമ്മുടെ പ്രവൃത്തിയിലൂടെ, നമ്മുടെ സന്ദേശത്തിലൂടെ, നമ്മുടെ ജീവിത മാർഗത്തിലൂടെ, നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് കാഴ്ചവെക്കുമ്പോൾ അതിലൂടെ മറ്റുള്ളവരും ആ രുചി അനുഭവിച്ചറിയുവാൻ ഗുണം ഇടയാകട്ടെ. നമുക്ക് ക്രിസ്തു പറഞ്ഞ പോലെ നാം മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഉപ്പാണ് എന്നുള്ള കാര്യം നാം ഒരിക്കലും മറന്നു പോകാതിരിക്കാൻ നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് നമ്മളെ സമർപ്പിച്ചു. കർത്താവേ, ഇനി ആർക്കെങ്കിലും അങ്ങനെ ചെയ്യുവാൻ കഴിഞ്ഞില്ല, ഇതുവരെ അവരുടെ ജീവിതത്തിൽ ഉപ്പിന്റെ അനുഭവമല്ല, നമ്മുടെ ജീവിതം മുഖാന്തരം മറ്റാർക്കെങ്കിലും കയ്പ് നിറഞ്ഞ അനുഭവമാണെങ്കിൽ, കൊടുത്തിട്ടുള്ളതെങ്കിൽ അതിനൊരു മാറ്റം വരുത്താം. കർത്താവേ, ഇതുവരെ എനിക്ക് മറ്റുള്ള ജീവിതത്തിൽ ഉപ്പ് പകർത്തുവാൻ, ഉപ്പിന്റെ അനുഭവം അല്ലെങ്കിൽ രുചി പകർത്തുവാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് കർത്താവ്, മറ്റുള്ളവരുടെ ജീവിതം അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ഉപ്പായി തീർന്ന പോലെ, അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ രുചി പകർത്തിയ അനുഭവങ്ങൾ തന്നതുപോലെ ഞങ്ങൾക്കും ഞങ്ങളുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്കും രുചി പകർന്ന അനുഭവങ്ങൾ ഉണ്ടാകുവാൻ, ഞങ്ങളുടെ പ്രവൃത്തികളെയും ഞങ്ങളുടെ വാക്കുകളെയും നിയന്ത്രിച്ച് സൂക്ഷിച്ചു മുൻപോട്ട് കൊണ്ടുപോകുവാൻ സ്വർഗമേ ഞങ്ങളെ ഒരുക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ രുചി പരത്തുന്ന അനുഭവങ്ങളായി മാറുമ്പോൾ, വ്യക്തികളായി മാറുമ്പോൾ നാം വിലയുള്ളവരായി മാറുകയാണ്. നമ്മൾ മാനിക്കപ്പെടും. ആ കൽപാത്രം മാനിക്കപ്പെട്ടതുപോലെ നമ്മൾ മാനിക്കപ്പെടും. മറ്റുള്ള മുമ്പിൽ നമ്മൾ മാനിക്കപ്പെടും. അവർ നമ്മളെ സ്നേഹിക്കുവാനിടയായി തീരും. ഇതൊക്കെ ഉണ്ടാകണമെങ്കിൽ ക്രിസ്തുവിന്റെ സാന്നിധ്യം നമ്മളിൽ ഉണ്ടാകണം. നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. വീണ്ടും പറയുന്നു, നമ്മൾ നിസാരക്കാരല്ല, നമ്മളിൽ ഭൂമിയുടെ ഉപ്പാണ്, മറ്റുള്ളവർക്ക് ഉപ്പായി മാറേണ്ടവരാണ്. നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവമേ, സ്വർഗ്ഗസ്ഥപിതാവേ, നല്ല സമയത്തിനായി നന്ദിയോട് സ്തോത്രം. വചനം പറഞ്ഞ അടിയനെയും കേട്ട നിന്റെ മക്കളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളിൽ രുചി പരത്തിയ അനുഭവങ്ങൾ തന്നതുപോലെ ഞങ്ങൾക്ക് മറ്റുള്ളവർക്ക് രുചി പരത്തുന്ന അനുഭവങ്ങളായി മാറുവാൻ സ്വർഗ്ഗം ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന് അങ്ങ് പറഞ്ഞല്ലോ. സ്തോത്രം. മറ്റുള്ളവർക്ക് കർത്താവ് ഉപ്പിന്റെ രസം പകർന്നു കൊടുക്കുന്ന, ഉപ്പിന്റെ രുചി പകർന്നു കൊടുക്കുന്ന ഒരു ജീവിതങ്ങളായി മാറുവാൻ സ്വർഗ്ഗം ഞങ്ങളെ ഒരുക്കണമേ. അതിനായി കർത്താവേ, ക്രിസ്തുവിന്റെ സാന്നിധ്യത്താൽ ഞങ്ങൾ നിറയപ്പെടുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം, മറുപടി അയക്കണം. സകലതും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.